സാറെ CSR സാറിനെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. രണ്ടു മൂന്ന് ദിവസമായി തോന്നുന്നു. അടുത്തുള്ള വീട്ടുകാരൊന്ന് മാറിയിക്കണേ ചോദിക്കാൻ. എല്ലാരും കുറച്ച് പുറകോട്ട് ഈ പറമ്പിന് തൊട്ടടുത്ത വീട് നിങ്ങളല്ലേ? ഫോൺ നമ്പർ എന്നാ? 94 00 46 88 54. സാറേ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇല്ല സാർ, നമ്മുടെ അടുത്ത് തന്നെയാ. സാർ ഇന്നലെയാണോ ചാർജ് എടുത്ത്? അതെ, ഞാൻ രമേശൻ, പതിനാമ്പാട് മെമ്പറാണ്. സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഇവിടെ നടന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല സാർ. പക്ഷേ ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ ചില കാര്യങ്ങൾ നടന്നിരുന്നു. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവം നടന്ന ശ്രീജിയുടെ വീടിന്റെ മുന്നിലാണ്. ഏകദേശം 10:30 കൂടിയാണ് സംഭവം നടന്നത്. വീടിന്റെ വാതിലിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങി ശ്രീജിയുടെ തലയിൽ ചുറ്റിക പോലുള്ള ആയുധം വെച്ച് ശക്തിയായി അടിക്കുകയായിരുന്നു. ശ്രീജിയുടെ മോള് നമ്മുടെ കൂടെയുണ്ട്. എന്താണ് മോളെ സംഭവിച്ചത്? ഞാൻ TV കാണുകയായിരുന്നു. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം ഞാൻ കേട്ട്. ഞാൻ പേടിച്ച് പുറത്തിറങ്ങിയിട്ടില്ല. അച്ഛൻ വീട്ടിൽ എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ പുറത്തിറങ്ങിയപ്പോൾ കയ്യിൽ
ബന്ധം പിടിച്ച ആരോ ഒരാൾ അവരുടെ തലക്കടിച്ചായിരുന്നു. കണ്ടാൽ തന്നെ പേടിച്ചു പോവും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല. 2 ദിവസം മുന്നേ ഇതേ ഒരു അനുഭവം മറ്റൊരാൾക്ക് കൂടി ഉണ്ടായിരുന്നു. റിപ്പർ സ്വഭാവമുള്ള ആളാണോ, പ്രേതമാണോ, ഭൂതമാണോ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ അജ്ഞാത ജീവിയാണോ എന്നുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കെ ഇനിയും ഒരുപാട് പേരുടെ തല പൊളിയാനുള്ള സാധ്യതകൾ കാണുന്നു. അജ്ഞാതന്റെ പിടിയിൽ പരുന്തൻ പാറ. ഓ, പത്രത്തിലുണ്ടല്ലോ. ടി വിയിലുണ്ട്, ചാനലുകാരിലുണ്ട് വന്നിട്ട്. 6 സ്വിച്ച് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ട്, എന്നല്ല അതാരായിരിക്കും? ഇനി ഓര് പറയും പോലെ വല്ല ജീവിയായിരിക്കും. ഇതാ തന്നെ ഞാൻ 2 ദിവസം മുന്നേ ടി വി കണ്ടതാ. ഏലിയേ ചിലപ്പോൾ ശരിയായിരിക്കും. ദാസൻ പറയുന്ന കേട്ടിന് 4 കാലിൽ ഓടുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ട പരുന്തൻപാറ നിവാസികളെ, ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തിയിലാഴ്ത്തിക്കൊണ്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന അപകടകാരിയായ ഒരു അജ്ഞാത രൂപത്തെ കണ്ട വിവരം നാട്ടുകാരെ മുഴുവൻ അറിയിച്ചുകൊള്ളുന്നു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നവരുടെ തലയ്ക്കടിച്ച് മിന്നിമായുന്നതാണ് കണ്ടുവരുന്ന ശൈലി. കൂടുതൽ വിവരമൊന്നും കിട്ടാത്തതിനാലും സത്യാവസ്ഥ അറിയാത്തതിനാലും സ്ത്രീകളും കുട്ടികളും രാത്രി സഞ്ചാരം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന പുരുഷന്മാർ കയ്യിൽ ടോർച്ച്, പന്തം, വടികൾ തുടങ്ങിയവ കരുതേണ്ടതാണ്. ഇത് പഞ്ചായത്തിന്റെ ഒരു അറിയിപ്പായി കണ്ടുകൊണ്ട് രാത്രി 6 മണിക്ക് മുന്നേ കടകളടച്ച് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ 20-ാം നൂറ്റാണ്ടിലല്ലേ അജ്ഞാത ജീവി. അതന്നെ, ഇത് തലക്കേറിക്കുള്ള ഏതെങ്കിലും വല്ല ചങ്ങാതിയായിരിക്കും. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. അടിയെന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ അടിയൊന്നല്ല. ശ്രീജേഷിന്റെ തലക്ക് 6 സ്റ്റിച്ച് ഉണ്ട് എന്നാ പറയുന്ന കേട്ടോ. ആ വരുന്നു. ചോറെടുത്ത് വെച്ചോ. ഇറങ്ങാൻ നോക്കുന്നു. ഡാ വാ, 10 കഴിഞ്ഞു. നേരം കുറയായി. എണീക്ക്. ഇറങ്ങിക്കോ. ശരി. ഇതെന്താ തീയോ? ഇറങ്ങി നോക്കാം. നീ ഇതാ അപ്പുറം നോക്കണേ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. തൊഴണ്ട. എന്നാൽ ഈ പാരക്ക് റോഡ് മുന്നിൽ ഇതാരെ തീ ഇങ്ങനെ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ നിന്നൊന്നും കാണുന്നില്ല. നീ അപ്പുറത്തെ പത്ത് ഒന്ന് നോക്കിയാ. എന്നാ വണ്ടിക്കര് വണ്ടിക്കര്. രാജേഷേ, നീ എവിടെയുള്ള? തലശ്ശേരിയാ?
നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, പിള്ളേരെല്ലാം കൂട്ടി ഒരു 10 ആകുമ്പോൾ പാർട്ടി ഓഫീസിലോട്ടൊന്ന് വാ. നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. മെമ്പർ രാവിലെ ഇതെങ്ങോട്ടാ? കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞ് ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല. ഇതെന്താ നാട്ടുകാർ മുഴുവൻ പൊട്ടന്മാരാ? ഇന്നലെ ആർക്കൊക്കെ അടി കൊണ്ടുവന്ന് പറഞ്ഞു കേട്ടത്? നമ്മളെ ഫാർമസിയിലെ പിള്ളേരില്ലേ, അബി സുധിയോ? ആ, ഇന്ന് പാർട്ടി മീറ്റിംഗ് ഉണ്ട്, എന്തായാലും ഒരു തീരുമാനമാവും. മോളെ, അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന പോയിട്ടില്ല എന്നാ പറഞ്ഞേ. വലിയ രസമൊന്നുമില്ല. പരുന്തൻപാറയിൽ CDPയുടെ കൊടി പറക്കാൻ തുടങ്ങിയിട്ട് വർഷം 25ആയി. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമാണ്. എന്തായാലും നാട്ടുകാർ മൊത്തം നല്ല പേടിയിലാണുള്ളത്. കണ്ടവരെല്ലാം പറയുന്നു എന്തോ ജീവിയാന്ന്. പക്ഷേ കാണാതെ വരക്കണം, അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഖാവേ, ഇന്നലെ ഇത് എനിക്ക് സംഭവിക്കുന്നവരെ ഞാനും വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത് സംഗതി ഭൂതാണോ പ്രേതാണോന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും കാണുമ്പോൾ മനുഷ്യരൂപമല്ല. അതൊരു പക്ഷേ മുഖം മൂടിയിട്ട് ഒരാളായിക്കൂടെ? എന്തായാലും ഈ സാധനത്തിന് ആളെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നുമില്ല. കാരണം തലക്കടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇരുമ്പൊന്നുമല്ല, മരം വെച്ചുണ്ടാക്കിയ എന്തോ ഒന്നാണ്. ഇത് സംഗതി എന്തായാലും ഒരു ക്രൈമാണ്. പക്ഷേ പോലീസും പട്ടാളൊന്നും വേണ്ട. നാട്ടുകാരെ ഇത്രത്തോളം ഉപദ്രവിച്ച സ്ഥിതിക്ക് ഇത് നമുക്ക് തന്നെ അങ്ങ് തീർക്കാം. അങ്ങനെ 2 ദിവസത്തോളം ഈ നാട്ടിലെ ആൺപിള്ളേർ മുഴുവൻ ആ അജ്ഞാത രൂപത്തിൽ തപ്പി നടന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. ആർക്കും ഒരു അപകടവും പറ്റിയില്ല. പക്ഷേ 3-ാം ദിവസം ഒരു സംഭവം ഉണ്ടായി. സമയം എന്തായാലും ഇത്രയായില്ലേ, ഇനി വരും തോന്നില്ല. ഇനി എൻ്റെ സംശയം നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ആണെന്നാ. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ആണല്ലേ? അതിന് സാധ്യതയുള്ള നീയാ പോടാ. കൈയോട് പിടിക്കണം. ഇതാണ് സാർ ഇവിടെ അവസാനമായി നടന്നത്. ഇത് നടന്നത് ഏകദേശം 10 ദിവസങ്ങൾക്ക് മുന്നെയാണ്. സാറേ, അന്വേഷിച്ചപ്പോൾ കാല് പോയി എന്ന് പറഞ്ഞ കേസിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ആണ്. ധർമ്മടം പോലീസ് കേസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷിച്ച് വന്നപ്പോൾ അയാൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുറകോട്ട് വരുന്ന അതൊരു പാവാണ് സാർ, ഒരു മെക്കാനിക്.
ഡോക്ടറെ അനാസ്ഥ കൊണ്ടാണ് ഒരു കാല് പോയത്. എടാ ഒരു പേഷ്യൻ്റ് സർ. എടാ ഒരു വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ല ഒരു വൈകിട്ട് 4 മണി 5 മണിയാകുമ്പോൾ വിളിച്ചത്. ഓക്കെ ശരി എന്നാൽ. ഓക്കെ ശരി. എന്താണ് സർ, ഒരു മാസം മുന്നേ സാറിന്റെ കാലിനൊരു സർജറി ചെയ്തിരുന്നു. പേര് ശ്യാം. ഓർക്കുന്നുണ്ട്. സർ, മുമ്പെൻ്റെ കാലിന് ചെറിയൊരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കാലനക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളുടെ സർജറി കഴിഞ്ഞപ്പോഴേ പറഞ്ഞതല്ലേ പുറത്തുനിന്ന് പോരുന്നു. സാർ ഞാൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. സാർ, ഞാൻ 3 ആഴ്ചത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഇപ്പം ഞാൻ വേദന കൂടിയപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറയുന്നത് സർജറിയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയതാണെന്നാണ്. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആ ഡോക്ടറെ തന്നെ കാണിച്ചാൽ പോരെ? ഇങ്ങോട്ട് തന്നെ വന്നത്. ഇഞ്ചക്ഷൻ എടുത്താൽ മതി, മാറിക്കോളും. സർ. സിസ്റ്റർ ശരി സർ. ശരി സർ. ഒരു മെഡിക്കോ ലീഗൽ കേസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വേണം ഇതിനെ പറയാൻ. അക്യൂട്ട് കമ്പാർട്ട്മെന്റ് സെൻട്രം ആയി വന്ന നിങ്ങളെ നേരത്തെ പരിശോധിച്ച ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനാസ്ഥ കൊണ്ടോ അത് ഓസ്റ്റോമെലൈറ്റിസ് ആയി കാണുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. സോ ശരിയായ സമയത്ത് ചികിത്സ കിട്ടാത്തതും അനാവശ്യമായി ചെയ്തൊരു സർജറി നിങ്ങളുടെ കാലിൻ്റെ അവസ്ഥ കോംപ്ലിക്കേറ്റഡ് ആക്കി. വീണ്ടും ഒരു വേദന വന്നപ്പോൾ ഡോക്ടറെ കാണുകയും മോർഫിൻ ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്തു വേദന കുറയാൻ വേണ്ടി. സോ ഡയബറ്റിക് പേഷ്യൻ്റ് കൂടെയായ നിങ്ങളുടെ കാൽ മോർഫിൻ ഡോസേജ് കൂടുതലായതുകൊണ്ട് ഇറ്റ് ലീഡ്സ് ടു പാരാലിസിസ്. സോ ഒരുപക്ഷെ നിങ്ങളുടെ കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് എന്താവനാണ്? ഓൻ ഡോക്ടറാണ്, നിന്നെപ്പോലെ മെക്കാനിക്കല്ല. ഓനൊരു നല്ല വക്കീലിനെ വെച്ച് വായിച്ച് പുല്ല് പോലെ ഇറങ്ങി വരും. ഇപ്പം നിൻ്റെ കാല് മാത്രമേ പോയിട്ടുള്ളൂ. നാളെ ഇപ്പോൾ കേസ് നടത്തി നിൻ്റെ വീടും കൂടി പോകും. തിരിച്ചടിക്കാൻ റെഡിയാണെങ്കിൽ കാക്കിയും വേണ്ട, ഒരു കോപ്പും വേണ്ട. കഴിഞ്ഞ അണ്ടല്ലൂർക്കാവിലെ തെയ്യത്തിന് വാങ്ങിയ ഒരു മാസ്ക് ഉണ്ട്, അത് മതി. വേദന വന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ മോർഫിൻ ഇഞ്ചെക്ട് ചെയ്തു. അതിൻ്റെ ഡോസേജ് വളരെ കൂടുതലായിരുന്നു. അനാവശ്യമായി ചെയ്തൊരു സർജറിക്ക് പിന്നാലെ ഔട്ട്ഡേറ്റഡ് ആയ മരുന്നുകളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചത്. നമ്മളെ ഫാർമസിയിലെ പിള്ളേരില്ലേ, അബി സുധിയോ?
മുന്നിൽ നിന്ന്